പല പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. എൻ്റെ മോൻ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇപ്പം ഇവിടെ നിന്ന് പിടിക്കുന്നതൊക്കെ ജീവിതത്തിലൊക്കെ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടിയതുപോലെ. ഒരു ദിവസം പോലും ഞാൻ മെഡിസിൻ കുടിക്കാതെ ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഗുളിക കഴിച്ചില്ല, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 8 വർഷം ഇന്നലർ വലിച്ചത് ഇവിടെ വന്നതിന് ശേഷം ഇന്നലർ വലിക്കേണ്ടി വന്നിട്ടില്ല. വലിക്കുന്നില്ല, ഇതുവരെ വലിച്ചില്ല. പീരിയഡ്സ് നിൽക്കാറില്ലായിരുന്നു. ഇവിടെ വന്ന് ചികിത്സിച്ചതിന് ശേഷം ഓരോ മാസം കൃത്യമായിട്ട് പീരിയഡ്സ് ആവുന്നുണ്ട്. എനിക്ക് ക്യാൻസറാണ്. ഈ ഇടത് ഭാഗം ഫുള്ളായിട്ട് എൻ്റെ അടഞ്ഞിരിക്കുന്നു. അതായത് മൂക്ക്, ചെവി, കണ്ണ്. ഈ മൂക്കിലേക്ക് ഈ സാധനം കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ കണ്ണിലേക്ക് ഈ സാധനം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓപ്പറേഷൻ ചെയ്യാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കീമോ ചെയ്തു, റേഡിയേഷൻ ചെയ്തു, ഇത് ചെറുതാക്കി വെക്കാനേ പറ്റും. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ വേദന അസാധ്യ വേദന. വേദന കൂടിക്കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലുള്ള കസാരയാണോ എന്താണോ എന്നെനിക്കറിയില്ല, എടുത്ത് പൊട്ടിക്കുക, തല ചുറ്റി തോർത്ത് പിടിച്ച് വലിച്ച് കെട്ട. എൻ്റെ മോനോട് പറയും ഒരു തല മോൻ പിടിച്ചു, ഒരു തല അച്ഛൻ പിടിക്കുക. അങ്ങനെ വലിച്ച് എൻ്റെ വേദന ഞാൻ സമാധാനപ്പെടുത്തായിരുന്നു. എൻ്റെ ഭാര്യ രാത്രി ഉറങ്ങാറില്ല. കാരണം രാത്രി ഒരു 6 മണികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയണമെന്നറിയില്ല. അസാധ്യ വേദന എനിക്കുള്ളൂ. അതിലുപരി മൂക്കടഞ്ഞിട്ട് സംസാരിക്കാനോ ശ്വാസം കിട്ടാനോ എനിക്ക് വയ്യ. പല പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചതാണ്. എൻ്റെ മോൻ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇന്ന് ഞാനിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യ ഒരു 4-5 ദിവസം നന്നായി ഉറങ്ങുന്നുണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷമായി. എൻ്റെ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരാഴ്ച അമ്മ കൂടെ നിന്നു കൊല്ല റൂമിൽ, ഒരാഴ്ച ഭാര്യ എൻ്റെ കൂടെ നിന്നു റൂമിൽ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വേദനയുടെ കാഠിന്യം അതെനിക്ക് കുറഞ്ഞു. അതിലുപരി എൻ്റെ ചെവി, എൻ്റെ കേൾവി എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കേൾക്കില്ല, ഈ ഒരു ചെവിയിൽ മാത്രം എനിക്ക് കേൾക്കും. ഇപ്പം ഇവിടെ നിന്ന് പിടിക്കുന്നതൊക്കെ ജീവിതത്തിലൊക്കെ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷ എനിക്ക് കിട്ടിയതുപോലെ. ഇപ്പം ശ്വാസം എൻ്റെ മൂക്കിൽ കൂടെ ഇടയ്ക്ക് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എപ്പോഴോ ഒക്കെ എനിക്ക് ശ്വാസം കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. ഞാൻ 35 വർഷമായിട്ട് ഷുഗർ കംപ്ലൈൻറ്റ് മരുന്ന് കഴിക്കുന്ന ആളാണ്. പക്ഷെ 40ാമത്തെ വയസ്സിൽ ഹിസ്റ്റെക്ടമി ചെയ്തതിനെ തുടർന്നാണ് ഷുഗർ വന്നത്. ഷുഗർ വന്നിട്ട് പിന്നെ ഈ ആയുഷ്കാലം മരുന്ന് കഴിച്ചോളണമെന്നാണ് ഡോക്ടറിൻ്റെ മെറ്റ്ഫോർമിൻ 500 അത് 2 നേരം വെച്ച് കഴിക്കുന്നതാണ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ ഗുളിക കഴിച്ചില്ല, എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്കിപ്പം നല്ല ആക്റ്റീവാണ്. പിന്നെ ഞാൻ എക്സർസൈസൊക്കെ റെഗുലറായിട്ട് ചെയ്യുന്ന ആളാണ്. വീട്ടിലാണെങ്കിൽ ഞാൻ പുറത്തു പോയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ്. അങ്ങനെയൊക്കെ ഞാൻ ബോഡി ഡെവലപ്മെൻറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നല്ലൊരു ഉന്മേഷം, ആ ഹീലിംഗ് കിട്ടുമ്പോഴും അതിലെനിക്ക് ഭയങ്കര ഒരു സാറിനോട് എന്തെന്നാ പറയണ്ടതെന്ന് എനിക്കറിയില്ല, നന്ദി പറയേണ്ടത്. ഞാൻ ഏതാണ്ട് ഒരു 8 വർഷം കൊണ്ട് ശ്വാസം മുട്ടിൻ്റെ ഗുളികയല്ല ഇൻഹേലർ വലിക്കുന്നുണ്ട്. സൊറോക്കോട്ടെന്ന എൻ്റെ പേര്. കാലത്ത് ഒരു പ്രാവശ്യം വലിക്കും, ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിക്ക് ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, അങ്ങനെ സ്ഥിരമായിട്ട് വലിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും പോയാലും എവിടെയെങ്കിലും മാറ്റി വയ്ക്കുക, ആളുകൾ കാണുമെന്ന് വിചാരിച്ചിട്ട് ഇത് മാറ്റി വെച്ചേക്കും ഇൻഹേലർ. വരുന്നതിന് ശേഷം ഇതുവരെ വലിച്ചിട്ടില്ല. എത്ര വർഷമായിട്ട് ഇന്നലർ വലിച്ചതാ? 8 വർഷമായി. 8 വർഷം ഇന്നലർ വലിച്ചത് ഇവിടെ വന്നതിന് ശേഷം ഇന്നലർ വലിക്കേണ്ടി വന്നിട്ടില്ല. വലിക്കുന്നില്ല, ഇതുവരെ വലിച്ചില്ല. ചില സമയങ്ങൾ വരും, എന്നാലും അത് മേക്കപ്പ് ചെയ്ത് പഴയ പോലെ അല്ലാന്ന് അർത്ഥം. അതെ, പീരിയഡ്സ് നിൽക്കാറില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ചികിത്സിച്ചതിന് ശേഷം ഓരോ മാസം കൃത്യമായിട്ട് പീരിയഡ്സ് ആവുന്നുണ്ട്. ഡിപ്രഷൻ്റെ താരാറുകൊണ്ട് ഉറക്കിൻ്റെ ഗുളിക കുടിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത്. എവിടെ പോവുകയാണെങ്കിലും ആ മെഡിസിൻ കൊണ്ടുപോകാതെ പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഇവിടെ വന്ന് ഒരു ദിവസം പോലും ഞാൻ മെഡിസിൻ കുടിക്കാതെ ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒരു ദിവസം ഇന്ന് വരെ 4 ദിവസമായിട്ട് ഗുളിക കുടിക്കാതെ ഉറങ്ങുന്നുണ്ട്. എൻ്റെ വൈഫാണിത്. അവളും 7 വർഷമായിട്ട് പ്രഷറിൻ്റെ ഗുളിക കുടിക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഒരു ദിവസത്തിലൊഴികെ ഇതുവരെ ഗുളിക കുടിച്ചിട്ടില്ല. ഡിപ്രഷന് മരുന്ന് കുടിച്ചാണ്, ഇപ്പം മരുന്ന് കുടിക്കണില്ല. ഞാനിവിടെ വരുമ്പോഴേ എനിക്ക് മുട്ടുവേദന വളരെ ശക്തിയായി ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ വളരെ പ്രയാസം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച വന്ന അന്ന് തന്നെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതിൻ്റെ ശേഷം ഇന്ന് വരെയും എനിക്ക് ആ മുട്ടുവേദന ഉണ്ടായിട്ടില്ല. എത്ര നാളായിട്ടുള്ള മുട്ടുവേദന? 1 വർഷത്തിൻ്റെ ഒക്കെ മേലെ. ആയുർവേദിക് ചികിത്സ പലതും നടത്തിയതാണ്. അപ്പോൾ സുഖം ഉണ്ടാവും, ഒരു 2 മാസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അങ്ങനെ ഇതിപ്പോൾ 1ാമത്തെ ദിവസം തന്നെ, ഫസ്റ്റ് ദിവസം